ഇന്നത്തെ ആക്രമണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാലും സമാധാനമായിട്ടിരിക്കാം. എന്തൊരു ശല്യമായി കുരങ്ങനെ കൊണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണോ എന്തോ. ഒരു മാങ്ങ കിടപ്പുണ്ട്. ഇതെന്നതാ? നേണ്ടേ സാറേ ചക്ക ചക്ക എടുത്തു വെച്ചോ. എല്ലാം നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? കേരളത്തിൽ നമ്മളോളം ഗതികേട് പിടിച്ച പോലീസുകാർ വേറെ കാണത്തില്ല. അതിനെ തൊപ്പി വെക്കാൻ നമുക്ക് യോഗമുണ്ടോ? ഈ കുരങ്ങന്റെ ശല്യം കാരണം ഏത് സമയം ഹെൽമെറ്റ് വെച്ചോട്ടെ നമ്മുടെ സ്റ്റേഷനിലെ ഇരിപ്പ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗതികേട്. അതെ, നിങ്ങൾ ആരെങ്കിലും എന്റെ പഴം കണ്ടോ? സാർ എന്നതാ ഉദ്ദേശിക്കുന്നത് ഞങ്ങളോടൊന്ന് വ്യക്തമായിട്ട് പറയാമോ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴം കൊണ്ടുവന്നത്. ഇപ്പൊ പുട്ടുണ്ട്, പഴമില്ല. എന്റെ സാറ് അതിന് ഇവിടെ കിടന്ന് ചൂടായിട്ട് ഒരു കാര്യമില്ല. ഇവിടുന്ന് എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വല്ല കുരങ്ങന്മാരെടുത്തതായിരിക്കും. സാർ ഒരു കാര്യം ചെയ്യും, കുരങ്ങനോട് പോയി ഈ കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് ഇവിടെ നമുക്ക്. എന്നായാലും കുരങ്ങന്റെ ശല്യം കാരണം ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റം മേടിച്ച് എങ്ങോട്ടെങ്കിലും പോകും. എന്നാ പറഞ്ഞാലും 100 ആയുസ. ആർക്ക്? കുരങ്ങനെ. കുരങ്ങനോ? അല്ലല്ല, നമ്മുടെ സാറ്. ഇനി സാറേ, ഞങ്ങളുടെ സല്യൂട്ട് സാറിന് അത്രയ്ക്ക് ഇഷ്ടമാണോ? അതല്ല, നാളെ മുതൽ ഇപ്പൊ നിങ്ങളുടെ സല്യൂട്ട് മേടിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായെന്ന് വരില്ല. അതല്ല സാറേ, എനിക്ക് മിക്കവാറും സസ്പെൻഷൻ കിട്ടും. അവിടെ എലികാറി സൗണ്ട് കേട്ടോ. സാറ് സസ്പെൻഷനിലാണോ എന്ന് ആലോചിച്ചപ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു ഗദ്ഗതം വിട്ടതാ. ഗദ്ഗതം ഇവിടെ സൂക്ഷിക്കണം, ഇവിടെ ആൾക്കാരുള്ളതാ. സാറേ, സാറിന് എന്നാ സസ്പെൻഷൻ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശല്യം അറിയാലോ. ഈ കഴിഞ്ഞ മാർച്ചില്ലടാ. കഴിഞ്ഞ മാർച്ച് ഇപ്പൊ പറഞ്ഞ ഇത് നവംബറിലെ സാറേ. എടാ, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് മാർച്ചില്ലേ? സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഞാൻ തോക്ക് കൊടുത്ത് വെടിവെക്കാൻ പോയല്ലോ. ഇവിടുത്തെ തോക്കിലെല്ലാം ഈ കുരങ്ങന്മാർ ജാതിക്ക കയറ്റി വെച്ചേക്കൊന്ന് ഉണ്ടാക്കിയ പകരം ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചെടുത്ത് നീ തോക്ക് എടുത്ത് വെടിവെച്ചപ്പോ ആൾക്കാരുടെ നെഞ്ചത്തേക്ക് ജാതിക്കായി ചെന്ന് കൊണ്ടുവന്നു. ഇത് ഭയങ്കര വിഷയമായി. എന്നിട്ട് ചാനലുകാർ ഇത് ചർച്ച ചെയ്ത് ഞാൻ ജാതി നോക്കി വെടിവെച്ചെന്നും പറഞ്ഞ ഒരു കേസാക്കി എനിക്ക് സസ്പെൻഷനായി. ഈ കുരങ്ങന്റെ ശല്യം കാരണം സാറിന് വരെ സസ്പെൻഷൻ കിട്ടുക അതേന്നേ. ഒരു മിനിറ്റ്, ആരോ വിളിക്കുന്നുണ്ട്. ഹലോ, കമ്പമേട് പോലീസ് സ്റ്റേഷൻ എസ് ഐ മോഹനൻ ഹിയർ. സാറേ, ഞാൻ കമ്പമേട് ടൗണിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. നിങ്ങളുടെ PC രഘുനാഥ് ഇവിടെ 4 കാല യൂണിഫോം ഇട്ട് ചാടി നടപ്പുണ്ടല്ലോ. ഞാൻ അന്വേഷിക്കാം കേട്ടോ. ഞാൻ നിങ്ങളോടെല്ലാം പല പ്രാവശ്യം പറഞ്ഞുള്ള ഈ രഘുനാഥ് സാറിന് ഇങ്ങനെ അഴിച്ചു വിടല്ലേന്ന്. അതെന്നാ സാർ, വെള്ളം അടിച്ച് യൂണിഫോം ഇട്ട് 4 കാലം ടൗണിൽ കൂടെ നടക്കണം. നിൽക്കുന്ന രഘുനാഥ് സാറ്. അയ്യോ സാറേ, സാറ് യൂണിഫോം ഇട്ട് വെള്ളടിച്ച് ടൗണിൽ കൂടെ 4 കാലിൽ നടക്കാന്ന് പറഞ്ഞ ദേ ഇപ്പൊ ഫോൺ കോൾ വന്നല്ലോ. എന്റെ യൂണിഫോം എടുത്തോണ്ട് ആ കുരങ്ങ് പോയിട്ടുണ്ട്. എന്നാ സംഭവം എന്നറിയാം? ഇങ്ങനെ യൂണിഫോം എടുത്തോണ്ട് കുരങ്ങ് ഇട്ടോണ്ട് അത് ജംഗ്ഷനിൽ കൂടെ നടക്കുവാ. അതാ കാര്യം. അപ്പൊ ഇത് സൂക്ഷിക്കണ്ടേ? പിന്നെ അത് വേണം സാറേ. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ എന്റെ ഈ മാസം ശമ്പളം കുരങ്ങൻ മേടിച്ചോണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നത്. കുരങ്ങ് പോട്ടോ, താനല്ലേ ഡ്യൂട്ടി ചെയ്തത്? യൂണിഫോം ഇട്ട് ജംഗ്ഷനിൽ ഡ്യൂട്ടി ചെയ്തത് കുരങ്ങല്ലേ? അപ്പൊ അയാൾ കൊണ്ടുപോട്ടെ. സാർ, ഈ കുരങ്ങിനെ എങ്ങനെയെങ്കിലും പിടിക്കണം. പിടിക്കണം. എന്റെ അച്ഛന്റെ അനിയന്റെ അകന്ന ബന്ധത്തിൽ സ്വന്തം ഒരു ചിറ്റപ്പനുണ്ട്. ചിറ്റപ്പ കുരങ്ങ് പിടുത്തത്തിൽ ഡിപ്ലോമ എടുത്ത ആളാ. ചിറ്റപ്പനെ കൊണ്ടുവന്നു ഞാൻ നമുക്ക് കുരങ്ങനെ പിടിക്കാൻ പറ്റും. എടോ, എങ്ങനെയെങ്കിലും ഈ കുരങ്ങ് ശല്യം ഒന്ന് തീർത്താ മതിയായിരുന്നു. ചിറ്റപ്പൻ വന്നാ കുരങ്ങനെ പിടിച്ചിരിക്കും. ആണോ സാർ? എനിക്കൊരു ഐഡിയ ഉണ്ട്. പറയൂ. നമുക്ക് ഈ കുരങ്ങനെ കൊല്ലാനേ എലിവശം വെച്ചാലോ? അങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേ. എനിക്ക് വയ്യ, എന്റെ ഒരു എലിവശം വെച്ചാൽ എലിയല്ലേ ചാകുള്ളൂ, കുരങ്ങ് ചാകുവോ? അങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്. എന്താ ബുദ്ധിപരമായ? ഇത് എന്നാ ചെയ്യൂന്ന് പറയുന്നത്? ഒന്നും ചെയ്യാനില്ല. സാറേ, എന്റെ ചിറ്റപ്പൻ മോഹനൻ. ആണോ? എന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഞാനാ മോഹന. കുരങ്ങ് ശല്യമാണെന്ന് എന്നോട് ഇവൻ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ എല്ലാ സജ്ജീകരണമായിട്ടാ ഇങ്ങോട്ട് പോകുന്നു. നന്നായി. എങ്ങനെയെങ്കിലും പിന്നെ എങ്ങനെയെങ്കിലും കുരങ്ങനെ ഒന്ന് പിടിക്കാം. ഉണ്ടെങ്കിൽ ഒരു പഴം ഇതാ. ഉണ്ടിട്ടില്ല, എന്നാലും ഊണ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു പഴം വച്ചിട്ടുണ്ട്. അതരാ. അല്ല, അതല്ല ചോദിച്ചേ, ഈ പഴമൊക്കെ തന്നെ ഈ റിവാൾവറിനെ പൗച്ചിന്റെ അകത്ത് ഇടണേ. ഇത് എവിടെ കൊണ്ട് വെച്ചാൽ അവനെ അടിച്ചോണ്ട് പോകും. പകരം ഇവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കൊള്ളാം. ഇത് കുരങ്ങനെ പിടിക്കാനായിരിക്കും അല്ലേ? കുരങ്ങനെ പിടിക്കാനല്ലായിരുന്നു ഇത്. പിന്നെ എനിക്ക് ഷുഗർ ഇറങ്ങിപ്പോവും. ഷുഗർ ലെവൽ ചെയ്യാണ്ടാണ് ഞാൻ ഈ പഴം കഴിക്കുന്നത്. കുരങ്ങനെ കണ്ട അപ്പോൾ ഷുഗർ ഇറങ്ങി. അല്ല, ഇത് കുരങ്ങനെ പിടിക്കാനുള്ളൊരു മാർഗം മോഹനം ചെയ്യണല്ലോ. ഞങ്ങൾക്ക് ഇവിടെ കുരങ്ങ് ശല്യം കൊണ്ട് നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാ നമുക്ക് കണി ഒരുക്കണം. കണി ഒരുക്കാനത് വിഷു അല്ലല്ലോ. കണിയല്ലെന്ന് കണി. കണി ഒരുക്കണമെങ്കിൽ ഞാൻ ചില ഐഡിയകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചാൽ കൊണ്ട് ചെയ്യാം. ഭയങ്കര ചൊറിച്ചില്ല ഈ കുരങ്ങ് പിടുത്തക്കാർ.
നമ്മൾ ഈ കുരങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മള് കുരങ്ങ് എവിടെയാ വരുന്നതെന്ന് നോക്കി നമ്മൾ ഈ കരിക്ക് കൊണ്ട് വെക്കും. ഇങ്ങനെ കുരങ്ങിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കരിക്ക് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പതുക്കെ മാറി അങ്ങ് നിൽക്കും. അപ്പൊ ഈ കുരങ്ങ് ഇങ്ങനെ വരൂ. ഇങ്ങനെ വന്നിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ തട്ടി നോക്കും. പിന്നെ ഇങ്ങനെ ഒന്ന് എത്തി നോക്കും. കാമ്പുണ്ടോന്ന് അറിയാനായിട്ട് ഇങ്ങനെ കൈ അങ്ങിടും. കൈ അങ്ങിട്ടിട്ട് കുരങ്ങ് പതുക്കെ ഇങ്ങ് എടുക്കും. എടുത്തിട്ടൊക്കെ ഊരാൻ നോക്കും. ഊരാൻ പറ്റും. കുരങ്ങനെ ഇതോട്ട് ഓടാൻ പറ്റില്ല, കുരങ്ങനെ പിടിക്കാൻ പറ്റും. ഇങ്ങനെ കുരങ്ങ് ഊരാൻ നോക്കും. മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഊരാം. മനുഷ്യനാണ് ഊരാം. ഇങ്ങനെ മനുഷ്യനാണെങ്കിൽ അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? ഇങ്ങനെ കക്ഷത്തിൽ വെച്ചിട്ട് ഊരത്തില്ല. അതാണ് ഊരത്തില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ ഈ കാലിന്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഊരത്തില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോ ലാസ്റ്റ് ഇങ്ങനെ ഒരു കിടപ്പുണ്ട്. കുരങ്ങ് ഇങ്ങനെ കിടക്കുകയല്ല, മനുഷ്യനാണ് കിടക്കും. എന്നിട്ട് ഇങ്ങനെ കൈ വെക്കി കാണിച്ചിട്ട് ഇതൊന്ന് ഊരുത്താ പ്ലീസ്. കിടന്ന് കുരങ്ങ് കളിക്കുക. കുരങ്ങനെ പിടിക്കാനുള്ള മാർഗം വല്ല ഉണ്ടെങ്കിൽ പറയടോ. ഈ പോലീസ് സ്റ്റേഷനിലെ കുരങ്ങ് എന്നാ വന്ന് ചെയ്യുന്നേ? നിർത്ത്, ഞാൻ പറയാം. ഹലോ ചേട്ടാ പോലെ അയൽക്കൂട്ടത്തിന്റെ കമ്മിറ്റി കൂടിയതാണോ ഇപ്പൊ? കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം. അത് സംഭവം എന്നാന്ന് വെച്ചാലേ മോഹന, ഈ കുരങ്ങ് നേരെ ഇങ്ങനെ വരും. വന്നിട്ട് ഈ ഡെസ്കെല്ലാം അങ്ങ് ചാടിക്കേറിയിരിക്കും, അല്ലെങ്കിൽ ആ ഡെസ്ക് ചാടിക്കേറിയിരിക്കും. എന്നിട്ട് അത് മേശമേലുള്ള സാധനങ്ങൾ മുഴുവൻ ഓരോന്നോട്ട് പെറുക്കേറി. അതിനുശേഷം അവൻ കസേരയെ കയറി ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫയല് തോക്കുകളൊക്കെ എടുത്ത് വലിച്ചെറിയും. മൊത്തത്തിൽ അതെല്ലാം കൂടെ ചെയ്ത് ഈ പോലീസ് സ്റ്റേഷൻ ഒരു കോളാക്കി വെക്കും. അതെ, അത് ശരി. അങ്ങനെയൊക്കെയാണ് മോഹന ഇവിടുത്തെ പ്രശ്നം. എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. പരിഹാരം കൊണ്ട് അപ്പൊ ആര് സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കണം. കുരങ്ങുകളെല്ലാം ഓരോ വെറൈറ്റിയാണല്ലോ. ഓരോ സ്ഥലത്തും വെവ്വേറെ ആൾക്കാരാ. ഇവിടെയുള്ള കുരങ്ങന്മാർ എങ്ങനത്തെ ശൈലിയാണെന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ കുരങ്ങന്റെ ആ ഉള്ളിലേക്കൊന്ന് കയറി ചെല്ലട്ടെ. ഇവിടുത്തെ കുരങ്ങന്മാർ ചെയ്യുന്നത് എന്താണ്? ആവാഹിക്കുമായിരിക്കും. കിട്ടി സംഭവം കിട്ടി. സംഭവം ആള് മുറ്റ എന്നാ ഈ കാണിക്കണേ? ഇങ്ങനെ ചാടി. മോഹന ഇയാള് ഈ ഇങ്ങനെയൊക്കെയാണ് കുരങ്ങ് ഇവിടെ വന്ന് കാണിക്കുന്നത്. ഇങ്ങനെയൊന്നും കുരങ്ങ് കാണിച്ചില്ല. നീ ഇച്ചിരി ഓവറായി പോയി. കുരങ്ങ് കുറച്ച് മര്യാദ ഉണ്ടായിരുന്നു. നിന്നെ ഇവിടെ ഞാൻ വിടത്തില്ലടാ. നിന്നെ ഇന്നും വിടത്തില്ല. നീ ഈ പോലീസ് സ്റ്റേഷനിലെ സാധനങ്ങളോട് നശിപ്പിച്ചിട്ട് നീ ഇവിടുന്ന് പോകാന്ന് വിചാരിച്ചാ വിടത്തില്ല. എനിക്ക് കുഴപ്പമില്ല. നമ്മുടെ ആടെ തോക്കില്ലായിരുന്നല്ലോ. എന്നാലും ഇയാളെ ഇതാരാ വെടിവെച്ചത്? എന്റെ ദൈവമേ, എന്റെ ജോലി പോയത് ഉറപ്പായി. ആരും ഭയപ്പെടണ്ട, ഞാൻ തന്നെയാണ് വെടിവെച്ചത്. നിങ്ങളാണ് വെടിവെച്ചത്? നിങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷനില് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടെന്ന് അറിഞ്ഞ് സർക്കാർ ഉത്തരവ് പ്രകാരം കുരങ്ങനെ വെടിവെച്ച് കൊല്ലാൻ വന്ന ആളാ ഞാൻ. വെളിയിൽ വന്നപ്പോ ഒരു കുരങ്ങ് ഇവിടെ കിടന്നൊരു ചാട്ടം ഉണ്ണാൻ പേടിച്ച് ഞാൻ ഒരെണ്ണം കൊടുത്തു. എവിടെ ഞാൻ വെടിവെച്ച് കൊന്ന കുരങ്ങൻ കിടക്കുന്നു. നീ വെടിവെച്ച് വന്നത് കുരങ്ങനെയല്ല, പിന്നെ കുരങ്ങനെ പിടിക്കാൻ വന്ന മോഹനനെയാ. ഇനിയിപ്പോ നിനക്കൊരു കാര്യമുണ്ട്. കുരങ്ങനെ പിടിക്കാൻ വന്ന നീ മോഹനെ കൊന്ന കേസിൽ നീ 12 വർഷം അകത്താ. അയ്യോ